Introduction to computers. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. Classification of computers. As per the size, capabilities and price, computers were classified mainly into 4 categories. കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് സൈസ് പ്രകാരം, കേപ്പബിലിറ്റി വെച്ചാൽ ആ കമ്പ്യൂട്ടർ എന്തോന്നൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ പ്രൈസ് അതിന്റെ വില, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സൈസ് വെച്ച്, കേപ്പബിലിറ്റി വെച്ച്, പ്രൈസ് വെച്ച്, ഈ 3 പാരാമീറ്റേഴ്സും വെച്ച് ഒരു കമ്പ്യൂട്ടർ നമുക്ക് 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ. ഇതാണ് ഈ 4 കാറ്റഗറി: മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ. ഇനി നമുക്കിതിൽ ഈ ഓരോ കാറ്റഗറി എന്താണെന്ന് നമുക്ക് നോക്കാം. മൈക്രോ കമ്പ്യൂട്ടർ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു മൈക്രോ കമ്പ്യൂട്ടറിന്റെ പടമാണ്. ഇപ്പോൾ നമ്മളെല്ലാം വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് കമ്പ്യൂട്ടർ മൈക്രോ കമ്പ്യൂട്ടറാണ്. Micro computers are the smallest size computers that are designed for personal use. നമ്മൾ നേരത്തെ പറഞ്ഞു, മൈക്രോ കമ്പ്യൂട്ടർ ഉണ്ട്, മിനി കമ്പ്യൂട്ടർ ഉണ്ട്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഉണ്ട്, സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. ഈ 4 കാറ്റഗറിയിലും വെച്ച് ഏറ്റവും ചെറിയ സൈസ്, സ്മോളസ്റ്റ് സൈസ് കമ്പ്യൂട്ടേഴ്സ് ആണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ഈ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആദ്യം ഡെവലപ്പ് ചെയ്തപ്പം ഇത് പേഴ്സണൽ യൂസ് വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ മിനി കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആ കാലഘട്ടത്തിൽ ഒഫീഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മൈക്രോ കമ്പ്യൂട്ടർ അക്കാലത്ത് പേഴ്സണൽ യൂസ്. ഞാൻ പറയാൻ കാര്യം, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മൈക്രോ കമ്പ്യൂട്ടറാണ്. പക്ഷെ ഇപ്പൊ അതിന് പേഴ്സണൽ യൂസ് എന്നുള്ള സ്റ്റാറ്റസിൽ നിന്ന് മാറി ഒഫീഷ്യൽ പർപ്പസിന് ഇപ്പൊ നമ്മൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്ത സമയത്ത് അത് ശരിക്കും ഒരു പേഴ്സണൽ യൂസിന് വേണ്ടിയായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്. They normally use a single microchip as their CPU. മൈക്രോ കമ്പ്യൂട്ടേഴ്സിന് അതിന്റെ മെയിൻ കമ്പോണന്റ്, മെയിൻ ഹാർഡ്വെയർ കമ്പോണന്റ് അല്ലെങ്കിൽ മെയിൻ പ്രോസസിംഗ് കമ്പോണന്റ് പറയുന്നത് ഒരു മൈക്രോ പ്രോസസർ ആയിരിക്കും. അതിന് നമുക്ക് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലെ മൈക്രോ കമ്പ്യൂട്ടറിൽ ഒരു സിംഗിൾ മൈക്രോ ചിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എടുത്താൽ ഇപ്പോൾ അഡ്വാൻസ്ഡ് പ്രോസസിങ്ങിന് വേണ്ടി നമുക്ക് മൈക്രോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കമ്പ്യൂട്ടറിൽ പലപ്പോഴും ഒന്നിൽ കൂടുതൽ ചിപ്പ് കാണാം. നമ്മൾ സാധാരണ രീതിയിൽ പറയുമ്പോൾ മൈക്രോ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഒരു മൈക്രോ ചിപ്പ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സിംഗിൾ മൈക്രോ ചിപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ മൈക്രോ കമ്പ്യൂട്ടറിന് ഈ മൈക്രോ കമ്പ്യൂട്ടർ എന്നുള്ള പേര് തന്നെ കിട്ടാൻ കാര്യം. അപ്പോൾ സാധാരണ ഒരു മൈക്രോ കമ്പ്യൂട്ടറിനകത്ത് അതിന്റെ മെയിൻ പ്രോസസിംഗ് കമ്പോണന്റ് ആയിട്ട്, എന്ന് വെച്ചാൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ മൈക്രോ ചിപ്പ് ആയിരിക്കും. They have limited memory, speed and processing capability. പ്രത്യേകിച്ചും ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മിനി കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ മൈക്രോ കമ്പ്യൂട്ടർ അല്ല, ആ കാലഘട്ടത്തിലെ കമ്പ്യൂട്ടറിന് മെമ്മറി വളരെ പരിമിതമായിരുന്നു, സ്പീഡും കുറവായിരുന്നു, അതേപോലെ പ്രോസസിംഗ് കേപ്പബിലിറ്റിയും കുറവായിരുന്നു. ഈ ലിമിറ്റഡ് മെമ്മറി, സ്പീഡ് ആൻഡ് പ്രോസസിംഗ് കേപ്പബിലിറ്റി, ഇത് മൂന്നും ബാക്കി 3 ടൈപ്പ് കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ചും കുറവായതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോ കമ്പ്യൂട്ടർ ആ കാലഘട്ടത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് പേഴ്സണൽ യൂസിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ
വളരെ പവർഫുൾ ആണ്. ഒരുപാട് മെമ്മറി ഉണ്ട്, ഹൈ സ്പീഡിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ ഹ്യൂജ് പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പേഴ്സണൽ യൂസ് എന്നുള്ള ലിമിറ്റേഷനിൽ നിന്ന് മാറിയിട്ട് ഇന്ന് മൈക്രോ കമ്പ്യൂട്ടർ കൂടുതലും ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ they have limited memory, speed and processing capability. They are mainly designed for personal computational needs and hence they are also known as PCs, personal computers. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത സമയത്ത് അതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുക, പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുക. അതുകൊണ്ട് അതിന്റെ പേര് PC, പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നായിരുന്നു. അപ്പോൾ മൈക്രോ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കാരണം അത് സ്ട്രിക്റ്റ് ആയിട്ടും പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ദേ ആർ ദി ചീപ്പസ്റ്റ് മെഷീൻ. ആ കാലഘട്ടത്തില് ബാക്കി 3 ടൈപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വിലയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചീപ്പസ്റ്റ്, ഏറ്റവും വില കുറഞ്ഞ മെഷീൻസ് ആയിരുന്നു ഈ മൈക്രോ കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടർ. ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു മിനി കമ്പ്യൂട്ടറാണ്. അപ്പോൾ മൈക്രോ കമ്പ്യൂട്ടറിനേക്കാൾ ആ കാലഘട്ടത്തിലെ മൈക്രോ കമ്പ്യൂട്ടറിനേക്കാളും പവർ കൂടുതലുള്ള തരം കമ്പ്യൂട്ടർ ആയിരുന്നു ഈ മിനി കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടേഴ്സ് ആർ മീഡിയം സൈസ്ഡ് which are bigger than micro computers. നേരത്തെ മൈക്രോ കമ്പ്യൂട്ടർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മൈക്രോ കമ്പ്യൂട്ടർ സ്മോളസ്റ്റ് സൈസ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും സൈസ് കുറഞ്ഞ കമ്പ്യൂട്ടർ ആയിരുന്നു മൈക്രോ കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ്, മൈക്രോ കമ്പ്യൂട്ടറിനെക്കാളും സൈസ് കൂടിയത്, എന്നാൽ ഏറ്റവും വലുതുമല്ല, അത് മീഡിയം സൈസ് കമ്പ്യൂട്ടർ. വിച്ച് ആർ ബിഗർ ദാൻ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. മൈക്രോ കമ്പ്യൂട്ടറിനെക്കാളും സൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് വലുതുമായിരുന്നു ഈ മിനി കമ്പ്യൂട്ടേഴ്സ്. They were faster than micros and had more processing capability with comparatively large memory. ആ കാലഘട്ടത്തിലെ മിനി കമ്പ്യൂട്ടേഴ്സ് മൈക്രോ കമ്പ്യൂട്ടറിനെക്കാളും വളരെ ഫാസ്റ്ററും അതേപോലെ മൈക്രോ കമ്പ്യൂട്ടറിനെക്കാളും കൂടുതൽ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി ഉള്ളതുമായിരുന്നു. അതുകൊണ്ടാണ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മൈക്രോ കമ്പ്യൂട്ടർ യൂസ് ചെയ്തപ്പം ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മിനി കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. But today's microcomputers are very powerful with faster processors and more memory capabilities, and hence mini computers have been replaced with these advanced microcomputers. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴ് നമ്മൾ കൂടുതലും ഒരു 90% നമ്മൾ യൂസ് ചെയ്യുന്ന ഓഫീസസിൽ യൂസ് ചെയ്യുന്ന 90% കമ്പ്യൂട്ടേഴ്സും ഈ മൈക്രോ കമ്പ്യൂട്ടർ കാറ്റഗറിയിൽപ്പെട്ടതാണ്. അപ്പോൾ പേഴ്സണൽ പർപ്പസിൽ നിന്ന് മാറി ഇപ്പൊ വളരെ കൂടുതലായിട്ട് നമ്മളത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം ഇപ്പോഴത്തെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് വളരെ പവർഫുൾ ആണ്, ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സേഴ്സ് ഉണ്ട്, അതേപോലെ ഗിഗാബൈറ്റ് ലെവലിലുള്ള മെമ്മറി കേപ്പബിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും മിനി കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറില്ല. പണ്ട് ഏതൊക്കെ സ്ഥലത്താണോ മിനി കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആ മിനി കമ്പ്യൂട്ടേഴ്സ് എല്ലാം റീപ്ലേസ് ചെയ്ത് ഇപ്പൊ നമ്മൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മിനി കമ്പ്യൂട്ടേഴ്സിനെക്കാളും മോർ പവർഫുൾ ആണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. പക്ഷെ നമ്മൾ മിനി കമ്പ്യൂട്ടേഴ്സ് ആക്റ്റീവായിട്ട് യൂസ് ചെയ്തിരുന്ന പണ്ടത്തെ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന മൈക്രോ കമ്പ്യൂട്ടേഴ്സ് മിനി കമ്പ്യൂട്ടേഴ്സിനെക്കാളും ലെസ് പവർഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് വളരെ പവർഫുൾ ആണ്, ഫാസ്റ്റർ പ്രോസസ്സേഴ്സ് ഉണ്ട്, മോർ മെമ്മറി കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മിനി കമ്പ്യൂട്ടേഴ്സിനെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യും. നൗ മിനി കമ്പ്യൂട്ടേഴ്സ് ആർ ഔട്ട്ഡേറ്റഡ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മിനി കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നില്ല. മിനി കമ്പ്യൂട്ടേഴ്സ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മിനി കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഇപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്ത് അവിടെയെല്ലാം നമ്മൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ.
ഇതാണ് ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിന്റെ ഫോട്ടോ. മിനി കമ്പ്യൂട്ടേഴ്സിനെക്കാളും കൂടുതൽ സൈസ് കൂടിയത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും സൈസ് കൂടിയ കമ്പ്യൂട്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനെ പറയാം. Mainframe computers are much bigger and faster than micros, and minis are more expensive. Mainframe computers മൈക്രോ കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് മിനി കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ചും വളരെ പവർഫുൾ ആയിരുന്നു മെയിൻഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. കേപ്പബിൾ ഓഫ് ഡൂയിങ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. മിനി കമ്പ്യൂട്ടേഴ്സ് ആണ് ശരിക്കും ബിസിനസ് ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ 1950s 60s ഒക്കെ ഏറ്റവും കൂടുതൽ അമേരിക്ക ഉൾപ്പെടെയുള്ള കൺട്രീസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന് വേണ്ടി വളരെ കേപ്പബിൾ ആയിരുന്നു ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ ലാർജ് അന്നത്തെ ബാങ്കിലും അമേരിക്കയിലെ ഇൻഷുറൻസ് കമ്പനിയിലും ഒക്കെ വ്യാപകമായ രീതിയിൽ നമ്മൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം ആ ബാങ്കിങ് സെക്ടർ എന്നൊക്കെ പറയുമ്പം ഒരുപാട് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ ഫലവത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടർ ആയിരുന്നു ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. ഹൈ റേറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് വെരി ഹൈ പ്രോസസിംഗ് പവർ. ഹൈ റേറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ, ഡേറ്റയെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. അത് ഈവൻ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിന്റെ അകത്ത് തന്നെ നോക്കിയാലും സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലോട്ടോ അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി സെക്കൻഡറി മെമ്മറിയിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യാനും, അതേപോലെ ഒരു മെയിൻ ഫ്രെയിം ഇൻസ്റ്റലേഷനിൽ നിന്ന് വേറൊരു മെയിൻ ഫ്രെയിം ഇൻസ്റ്റലേഷനിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഹൈ സ്പീഡിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിന് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വെരി ഹൈ പ്രോസസിംഗ് പവർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സർ വളരെയധികം പവർഫുൾ ഉള്ള പ്രോസസ്സർ ആയിരുന്നു. അപ്പം ഹൈ പ്രോസസിംഗ് പവറും ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹൈ റേറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫറും വെരി ഹൈ പ്രോസസിംഗ് പവർ എന്നൊക്കെ പറയുമ്പം ആ കാലഘട്ടത്തിലെ മിനി കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത്. മൈക്രോ കമ്പ്യൂട്ടറിനെക്കാളും മോർ പവർഫുൾ ആയിരുന്നു മിനി കമ്പ്യൂട്ടർ. പക്ഷെ ആ മിനി കമ്പ്യൂട്ടറിനെക്കാളും മോർ പവർഫുൾ ആണ് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. ഇപ്പൊ ഹൈ റേറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട അവസരങ്ങളിലും അതേപോലെ ഹൈ പ്രോസസിംഗ് പവർ ആവശ്യമുള്ള സമയത്തും നമ്മൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിരുന്നു. അപ്പം അമേരിക്കയിലൊക്കെ വളരെ ഹ്യൂജ് സ്കെയിൽ ഡേറ്റ പ്രോസസിങ്ങിനൊക്കെ വളരെ വ്യാപകമായിട്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. The number of mainframe users has reduced and many organizations now use computer networks of powerful workstations. നമ്മൾ നേരത്തെ പറഞ്ഞു മിനി കമ്പ്യൂട്ടേഴ്സ് ഫുള്ളായിട്ട് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. പക്ഷെ ഇപ്പോഴും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഫുള്ളായിട്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. അതും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ടത്തേനെ അപേക്ഷിച്ച് ആ യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ എണ്ണം വളരെ കുറഞ്ഞു. അപ്പോൾ പണ്ട് മെയിൻ ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല സ്ഥാപനങ്ങളും ഇപ്പോൾ ആ മെയിൻ ഫ്രെയിം റീപ്ലേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്, പവർഫുൾ വർക്ക് സ്റ്റേഷൻസ്. ഈ പവർഫുൾ വർക്ക് സ്റ്റേഷൻസ് ഇപ്പം കൂടുതലും മൈക്രോ കമ്പ്യൂട്ടർ കാറ്റഗറിയിൽപ്പെട്ട കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു രീതി നോക്കിയാൽ മിനി കമ്പ്യൂട്ടേഴ്സ് റീപ്ലേസ് ചെയ്ത് മൈക്രോ കമ്പ്യൂട്ടർ വന്നതുപോലെ ഇപ്പോഴും വലിയ ഓർഗനൈസേഷൻസിലൊക്കെ പണ്ട് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത് ആ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറും റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള വർക്ക് സ്റ്റേഷൻസിന്റെ ഒരു കമ്പ്യൂട്ടർ ശൃംഖല, ഈ കമ്പ്യൂട്ടർ ശൃംഖലയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പക്ഷെ മിനി കമ്പ്യൂട്ടേഴ്സ് ഫുള്ളായിട്ട് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അത്രയും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനെ പറ്റിയാണ് ഇയർ 2000 Y2K പ്രോബ്ലം എന്ന് പറഞ്ഞ പ്രോബ്ലം വരുന്നത്. കാരണം ഇയർ ആ കാലഘട്ടത്തിൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനൊക്കെ ഇയർ 2 ഡിജിറ്റ് മാത്രമേ പറ്റൂ. അപ്പോൾ 1999 ഇയർ 2000 ആവുമ്പം മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷനൊക്കെ പ്രശ്നങ്ങൾ വരുമായിരുന്നു. അപ്പം 2 ഡിജിറ്റ് ഇയർ ഫീൽഡ് എന്നുള്ളത് 2 ഡിജിറ്റിൽ നിന്ന് മാറ്റി നമുക്ക് 4 ഡിജിറ്റൊക്കെ ആക്കേണ്ടി വരുന്നു. ആ കാലഘട്ടത്തിൽ അത് ഒരു വലിയ Y2K പ്രോബ്ലം എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ആയിരുന്നു.
1999 2000 വരുന്ന കാലഘട്ടത്തിൽ ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനെ. സൂപ്പർ കമ്പ്യൂട്ടർ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ 4ാമത്തെ കാറ്റഗറി, അവസാനത്തെ കാറ്റഗറിയാണ് സൂപ്പർ കമ്പ്യൂട്ടർ. ഇതാണ് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പടം. Super computers are the fastest computers and are normally used to solve problems with computer numerical computations. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വരുന്നത്. നമ്മൾ നേരത്തെ മൈക്രോ കമ്പ്യൂട്ടർ പറഞ്ഞപ്പം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു പറഞ്ഞു, അത് കഴിഞ്ഞ് മിനി കമ്പ്യൂട്ടറിനെ പറ്റി പറഞ്ഞു, അത് കഴിഞ്ഞ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനെ പറ്റി പറഞ്ഞു. ആ 3 ടൈപ്പ് കമ്പ്യൂട്ടറും കൂടുതലും മൈക്രോ കമ്പ്യൂട്ടർ പേഴ്സണൽ യൂസ്, ആ മിനി കമ്പ്യൂട്ടറും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലും ബിസിനസ് ടൈപ്പ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പലപ്പോഴും സയന്റിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് മിലിറ്ററി ആപ്ലിക്കേഷൻസിനും സ്പേസ് ആപ്ലിക്കേഷൻസിനും ഒക്കെ വേണ്ടി സയന്റിഫിക് ആയിട്ടുള്ള പല കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വന്നു. അതിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. All they are the fastest computers and are normally used to solve problems with computer numerical computations. CNC എന്ന് പറയും, computer numerical computations. ഇപ്പോൾ കൂടുതൽ സയന്റിഫിക് ആവശ്യത്തിനുള്ള മിലിറ്ററി ആൻഡ് സ്പേസ് ആപ്ലിക്കേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ്, അതേപോലത്തെ സയന്റിഫിക് ആപ്ലിക്കേഷൻസിന് വേണ്ടി പ്രത്യേകം ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. They have very large main memory and the speed of data transfer from secondary memory to the main memory will be at least 10 to 20 times that of other machines. സൂപ്പർ കമ്പ്യൂട്ടർ പ്രത്യേകത മെയിൻ മെമ്മറി, പ്രൈമറി മെമ്മറി, റാം എന്ന് പറയുന്ന പ്രൈമറി മെമ്മറി വളരെ സൈസ് കൂടുതലാണ്. അതേപോലെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതും വളരെ സ്പീഡ് കൂടുതലാണ്. ഇത് ബാക്കിയുള്ള തരം കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 10 മുതൽ 20 മടങ്ങ് വരെ സ്പീഡ് കൂടുതലാണ് ഈ ഡാറ്റ ട്രാൻസ്ഫർ, പ്രത്യേകിച്ചും സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലോട്ട്. അപ്പോൾ വെരി ലാർജ് മെമ്മറിയാണ്. അതുപോലെ സ്പീഡ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ഫ്രം സെക്കൻഡറി മെമ്മറി ടു ദി മെയിൻ മെമ്മറി ഓഫ് ദി അല്ല ടു ദി മെയിൻ മെമ്മറി വിൽ ബി അറ്റ് ലീസ്റ്റ് 10 to 20 times that of other machines. They will normally have multiple processors using parallel processing capability. സൂപ്പർ കമ്പ്യൂട്ടർ പ്രത്യേകത കൂടുതൽ സയന്റിഫിക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ സയന്റിഫിക് ഡാറ്റ പ്രോസസ് ചെയ്യുമ്പം ബിസിനസ് ഡാറ്റ അപേക്ഷിച്ച് കൂടുതൽ പ്രോസസ്സിംഗ് പവർ വേണം. അപ്പോൾ ആ കൂടുതൽ പ്രോസസ്സിംഗ് പവറിന് വേണ്ടി ഒരു പ്രോസസ്സർ യൂസ് ചെയ്യാതെ, ഒരു സിംഗിൾ പ്രോസസർ യൂസ് ചെയ്യാതെ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോസസ്സർ യൂസ് ചെയ്യുന്നു. ആ ഒന്നിൽ കൂടുതൽ പ്രോസസ്സർ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസ്സർ. അങ്ങനെ വന്നു കഴിയുമ്പം പാരലൽ പ്രോസസ്സിംഗ് പറ്റും. ഒരു പ്രോസസ്സർ മാത്രമേ ഉണ്ടെങ്കിൽ പലപ്പോഴും ഒരു പ്രോസസ്സിംഗ് നമ്മൾ ചെയ്യുള്ളൂ. ഒന്നിക്കുൾ പ്രോസസ്സർ ഉണ്ടെങ്കിൽ ഒന്നിക്കുള്ള ജോബ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയും. അപ്പൊ പലപ്പോഴും സയന്റിഫിക് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷനിൽ വളരെ സ്പീഡിൽ നമുക്ക് കാൽക്കുലേഷൻസ്, പല സയന്റിഫിക് കമ്പ്യൂട്ടേഷൻസും വളരെ സ്പീഡിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ വളരെ സ്പീഡിൽ ചെയ്യേണ്ടി വരുമ്പം ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പ്രോസസ്സും അതേപോലെ പാരലൽ പ്രോസസ്സിംഗ് ആക്ടിവിറ്റിയൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതെല്ലാം സൂപ്പർ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഹൈ എൻഡിലുള്ള സയന്റിഫിക് ജോബ് പ്രോസസ്സിങ്ങിനൊക്കെയാണ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയാണ് കമ്പ്യൂട്ടറിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ ഏറ്റവും ആദ്യം ആ മെയിൻ ക്ലാസിഫിക്കേഷനിലെ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൈക്രോ കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മൈക്രോ കമ്പ്യൂട്ടറിന് സബ് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതാണ് സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ കമ്പ്യൂട്ടർ. ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, പാം ടോപ്പ്, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ്, PDA. മൈക്രോ കമ്പ്യൂട്ടറിനെ ഈ 4 രീതിയിൽ നമുക്ക് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ, അതാണ് മെയിൻ കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻ.
മെയിൻ കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ അതിൽ മൈക്രോ കമ്പ്യൂട്ടറിനെ വീണ്ടും നമുക്ക് 4 ആയിട്ട് സബ് ക്ലാസിഫൈ ചെയ്യാം. ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, പാം ടോപ്പ്, പേഴ്സണൽ, ഡിജിറ്റൽ അസിസ്റ്റന്റ്. ഡെസ്ക്ടോപ്പ്, ഇതാണ് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ പടം. A desktop computer is a personal computer designed for regular use at a single location on a desk or table due to its size and power requirements. ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന് അതിന്റെ പേരിൽ നിന്നാണ് ഡെസ്ക് ടോപ്പ്, ഡെസ്കിന്റെ ടോപ്പിൽ വെച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പോർട്ടബിലിറ്റി വളരെ കുറവ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. അതാണ് ഡിസൈൻഡ് ഫോർ റെഗുലർ യൂസ് അറ്റ് എ സിംഗിൾ ലൊക്കേഷൻ ഓൺ എ ഡെസ്ക് ഓർ ടേബിൾ. ഒരു ഡെസ്കിലോ ടേബിളിലോ വെച്ച് യൂസ് ചെയ്യാൻ ആണ് ഡെസ്ക്ടോപ്പ്. പിന്നെ ഇപ്പോൾ വേറെ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാലും ഇപ്പൊ ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ ടേബിളിൽ CPU അടങ്ങുന്ന CPU ബോക്സ് നമ്മൾ ചിലപ്പോൾ ടേബിളിന്റെ താഴെ ആയിരിക്കും വെക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ കമ്പ്യൂട്ടറിന് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റെഗുലർ യൂസിന് വേണ്ടി ഡിസൈൻ ചെയ്ത കമ്പ്യൂട്ടറാണ്. ഒരു സിംഗിൾ ലൊക്കേഷൻ, ഒരു ഡെസ്കിന്റെ പുറത്തോ ടേബിളിന്റെ പുറത്തോ അല്ലെങ്കിൽ ടേബിളിലോ ഡെസ്കിലോ വെച്ച് യൂസ് ചെയ്യാൻ തക്കവണ്ണം ഡിസൈൻ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. അതിന്റെ സൈസും പവർ റിക്വയർമെന്റ്സും ഒക്കെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. They are typically larger and more powerful than other types of personal computers. എന്ന് പറഞ്ഞാൽ സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എടുത്താൽ ഇതിനകത്ത് നമ്മൾ നേരത്തെ മൈക്രോ കമ്പ്യൂട്ടറിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ഡെസ്ക്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, പാം ടോപ്പ് ഉണ്ട്, PDA അല്ലെ. എസ്പെഷ്യലി ഇപ്പൊ ലാപ്ടോപ്സ് ഒക്കെ ഡെസ്ക്ടോപ്പിന് ഈക്വലി പവർഫുൾ ആയിട്ട് വരുന്നുണ്ട്. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഡെസ്ക്ടോപ്സ് മോർ പവർഫുൾ എന്ന് പറയും ലാപ്ടോപ്പിനേക്കാൾ. എന്തായാലും പാം ടോപ്പും PDA-ക്കാളും ഒക്കെ മോർ പവർഫുൾ ആണ് ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. The main component called system unit is usually a rectangular case that sits on or underneath a desk. ഇതിന്റെ മെയിൻ കമ്പോണന്റ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന് മോണിറ്റർ കാണും, CPU അടങ്ങുന്ന CPU മദർ ബോർഡും ഒക്കെ അടങ്ങുന്ന ഒരു CPU ബോക്സ് കാണും, കീബോർഡ് കാണും, മൗസ് കാണും. അതില് പ്രോസസർ ഒക്കെ അടങ്ങുന്ന മദർ ബോർഡ് ഒക്കെ അടങ്ങുന്ന ആ ഒരു ബോക്സിനാണ് നമ്മൾ സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ഒന്നുകിൽ നമുക്ക് ഡെസ്കിന്റെ മുകളിൽ വെക്കാം, സിറ്റ്സ് ഓൺ, അല്ലെങ്കിൽ ഡെസ്കിന്റെ അടിയിലും വെക്കാം, അണ്ടർനീത്ത്. ഒരു സ്ട്രേഞ്ച് തിങ്, അണ്ടർനീത്തിൽ വെച്ചാലും നമ്മൾ ഈ കമ്പ്യൂട്ടറിന് പറയുന്ന പേര് ഇപ്പോഴും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്നാണ്. അപ്പൊ ദി മെയിൻ കമ്പോണന്റ് called the system unit is usually a rectangular case that sits on or underneath a desk. Other components such as the monitor, mouse and keyboard connect to the system unit. ഇതിന്റെ ബാക്കിയുള്ള കമ്പോണൻസ് മോണിറ്റർ ആൻഡ് സ്ക്രീൻ, മോണിറ്റർ ആയിരുന്നാലും മൗസ് ആയിരുന്നാലും കീബോർഡും ഇതെല്ലാം ആ സിസ്റ്റം യൂണിറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സെറ്റപ്പ് ഓഫ് കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അടുത്തത് ലാപ്ടോപ്പ്. ഇതാണ് ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ ഫോട്ടോ. They are portable PCs that use miniature components packaged in small volume. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് നമ്മൾ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ പോർട്ടബിൾ എന്നുള്ള ആസ്പെക്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ പോർട്ടബിലിറ്റി ആസ്പെക്ട് വരുന്നതാണ് ഈ ലാപ്ടോപ്പ്. They are portable PCs that use miniature components. പോർട്ടബിൾ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ സൈസും ചെറുതായിരിക്കണം. അപ്പം that use miniature components packaged in small volume. വളരെ സൈസ് കുറഞ്ഞ ഡെസ്ക്ടോപ്പിനെക്കാളും സൈസ് കുറഞ്ഞ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. These PCs are more suitable while a person is traveling. അപ്പോൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ശരിക്കും ഒരു സ്ഥലത്ത് മാത്രം വെച്ച് യൂസ് ചെയ്യാനുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ, ഒരു ഓഫീസിൽ നിന്ന് വേറെ ഓഫീസിലോട്ടോ ഒരു ഫീൽഡ് വർക്ക് ഉള്ള സിറ്റുവേഷനിൽ ഒരു സൈറ്റിൽ നിന്ന് വേറെ സൈറ്റിലോട്ടൊക്കെ കൊണ്ടുപോയി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പേഴ്സൺ ട്രാവൽ ചെയ്യുന്ന ഒരു പേഴ്സൺസിന് ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ
ഓഫീസസിൽ വെച്ചോ മാറി മാറി വർക്ക് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ കാറ്റഗറിയിൽപ്പെട്ട ലാപ്ടോപ്പ്. അപ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വെച്ച് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പോർട്ടബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഷുഡ് റൺ വിത്ത് ബാറ്ററീസ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ നമ്മൾ മെയിൻസിൽ പവർ ഊത്തി വർക്ക് ചെയ്യിപ്പിക്കും. പക്ഷെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൽ അത് ബാറ്ററിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബാറ്ററി ഒക്കെ പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യണം. പ്രോപ്പർ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ദേ ഷുഡ് റൺ വിത്ത് ബാറ്ററീസ്. They have modern processors, flat screens, keyboard and hard disk. ഇപ്പോഴത്തെ ലാപ്ടോപ്പിലൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് പ്രോസസ്സർ ഉണ്ട്. അതുകൊണ്ട് തന്നെ പവറും കൂടുതലാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ അത്രയും പവർ ഇപ്പോഴത്തെ ലാപ്ടോപ്പിന് ഉണ്ടെന്ന് പറയാം. അതേപോലെ ഫ്ലാറ്റ് സ്ക്രീൻ ആയിരിക്കും, കീബോർഡ് കാണും, അകത്ത് ഹാർഡ് ഡിസ്ക് കാണും. അങ്ങനെ സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലുള്ള എല്ലാ കമ്പോണൻസും, മിക്കവാറും എല്ലാ കമ്പോണൻസും ഈ പറഞ്ഞ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിനകത്ത് കാണും. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഈസ് ഓൾസോ ദർ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കമ്പ്യൂട്ടർ ഇനി ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് അത്ര വ്യാപകമായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലാപ്ടോപ്പിലെല്ലാം മോഡം ഫെസിലിറ്റി ഉൾപ്പെടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് ലാപ്ടോപ്പിൽ കൂടെ കിട്ടും. മോസ്റ്റ് മോഡേൺ ലാപ്ടോപ്സ് ആർ ഈക്വലി പവർഫുൾ ആസ് ദാറ്റ് ഓഫ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ലാപ്ടോപ്പ് ഒക്കെ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനോടൊപ്പമോ ചില ലാപ്ടോപ്സ് ഈവൻ അതിനേക്കാളുമോ പവർഫുൾ ആയിട്ടുള്ള ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ഇപ്പോഴുണ്ട്. ദേ ആർ കേപ്പബിൾ ഓഫ് റണ്ണിങ് ഓൾമോസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്. ഇപ്പോഴുള്ള മിക്കവാറും എല്ലാ ടൈപ്പ് സോഫ്റ്റ്വെയർസും നമുക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ഫുൾ ഒഫീഷ്യൽ പർപ്പസിന് തന്നെ ഇപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. പാം നമ്മളെ കൈപ്പത്തിയാണ് പാം എന്ന് പറയുന്നത്. ആ പാമിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറാണ് പാം ടോപ്പ്. അതിന്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. പാം ടോപ്പ് കമ്പ്യൂട്ടർ. അതിനുവേണ്ടി പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ കോമ്പാക്ട് എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. Computers with miniaturization and with capabilities of PCs that can be held in a palm have emerged, and these miniature PCs are known as palm top PCs. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരു പാമിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറിനെയാണ് നമ്മളിവിടെ പാം ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും സൈസ് ചെറുതാവുകയാണ്. മൈക്രോ കമ്പ്യൂട്ടറിൽ വെച്ച് ഏറ്റവും സൈസ് കൂടിയത് ഡെസ്ക്ടോപ്പ്, അതിനേക്കാളും സൈസ് ചെറുതായി ലാപ്ടോപ്പ് വന്നപ്പോൾ വീണ്ടും ലാപ്ടോപ്പിനെക്കാളും സൈസ് ചെറുതായി പാം ടോപ്പ് വന്നു. They accept handwritten inputs using an electronic pen and they have small disk storage. ഇലക്ട്രോണിക് പെൻ യൂസ് ചെയ്ത് നമുക്ക് ആ സ്ക്രീനിലൊക്കെ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ വളരെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞ ഡിസ്ക് ആണ് പലപ്പോഴും ഈ പാം ടോപ്പ് കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടായിരുന്നത്. It has to be trained on the user's handwriting before it can be used. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാൻഡ് റിട്ടൺ ഇൻപുട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഹാൻഡ് റിട്ടൺ ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളത് ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്താൽ മാത്രമേ അതിന് ഈ ഹാൻഡ് റിട്ടൺ ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് അതിന് ഡീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലെസ് പവർഫുൾ ദാൻ ലാപ്ടോപ്സ്. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ സൈസ് കുറച്ചു, പോർട്ടബിലിറ്റി കൂട്ടാൻ വേണ്ടി സൈസ് കുറച്ചു. പക്ഷെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇപ്പോഴത്തെ പല ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിന്റെയും അത്രയും പവർ പാം ടോപ്പ് കമ്പ്യൂട്ടറിനില്ല. അപ്പോൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് പാം ടോപ്പ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഈസിനെസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ പോർട്ടബിലിറ്റി എന്നുള്ള ആസ്പെക്ട് ആണ് ഏറ്റവും കൂടുതൽ ഈ പാം ടോപ്പ് കമ്പ്യൂട്ടറിൽ വരുന്നത്. മോർ പോർട്ടബിലിറ്റി ദാൻ ദാറ്റ് ഓഫ് ലാപ്ടോപ്പ്. ഡെസ്ക്ടോപ്പിനെക്കാളും സൈസ് ചെറുതായിരുന്നു ലാപ്ടോപ്പ്. അപ്പൊ ഡെസ്ക്ടോപ്പിനെ അപേക്ഷിച്ച് ലാപ്ടോപ്പിന് മോർ പോർട്ടബിലിറ്റി ഉണ്ട്. ഇനി ലാപ്ടോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പാം ടോപ്പിന് വീണ്ടും സൈസ് കുറഞ്ഞു. സൈസ് കുറയുന്തോറും പോർട്ടബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ലാപ്ടോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളും മോർ പോർട്ടബിലിറ്റി പാം ടോപ്പിന് ഉണ്ട്. ഇനി
മൈക്രോ കമ്പ്യൂട്ടറിലെ ഏറ്റവും ലാസ്റ്റ് കാറ്റഗറി പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് PDA. പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് PDA. ഇതാണ് ഒരു PDAയുടെ ഫോട്ടോ. Personal digital assistant is a term for a small mobile handheld device that provides computing and information storage and retrieval capabilities for personal or business use. പേഴ്സണലോ ബിസിനസ്സോ യൂസിന് വേണ്ടി നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള കയ്യിൽ ഈസി ആയിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു ഡിവൈസ് ആണ് ഈ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ്. അത് സ്മോൾ ആണ്, മൊബൈൽ പോലെ നമുക്ക് യൂസ് ചെയ്യാം, ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആണ്. അതിന് കമ്പ്യൂട്ടിംഗ് ചെറിയ തോതിലെങ്കിലും ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും, പേഴ്സണൽ ആൻഡ് ബിസിനസ് യൂസിന് വേണ്ടി യൂസ് ചെയ്യാം. യൂസ്ഡ് ഓഫൺ ഫോർ കീപ്പിംഗ് ഷെഡ്യൂൾസ്, കലണ്ടേഴ്സ്, ഫോർ നോട്ട് എൻട്രിങ് ആൻഡ് യൂസ്ഡ് ആസ് എൻ അഡ്രസ് ബുക്ക്. നമുക്ക് ഒരു ഡയറി പോലെ നമ്മളെ പ്രോഗ്രാംസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാനും കലണ്ടേഴ്സ് നോക്കാനും എന്തെങ്കിലും നോട്ട്സ് ഒക്കെ ആ ലൈറ്റ് പെൻ യൂസ് ചെയ്ത് ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്ത് എൻ്റർ ചെയ്യാനും അതേപോലെ ഒരുപാട് അഡ്രസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് യൂസ് ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്മാർട്ട് മൊബൈൽ ഫോൺസ് വരുന്നതിന് മുമ്പുള്ള പ്രീ കർസർ ആയിട്ട് പറയാം, നമ്മൾ അവസാനം പറയുന്നുണ്ട്. Most PDAs had a small physical keyboard and some had an electronically sensitive pad on which handwriting could be received. ഇപ്പോഴത്തെ പല PDAസിനും ഒരു ഫിസിക്കൽ കീബോർഡ് ഉണ്ട്. അതേപോലെ എന്ന് വെച്ചാൽ ആ കീബോർഡ് നമുക്ക് പെൻ യൂസ് ചെയ്ത് നമുക്ക് പ്രസ് ചെയ്ത് ടൈപ്പ് ചെയ്യാം. അതേപോലെ സെൻസിറ്റീവ് പാഡും ഉണ്ട്, അവിടെ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഡേറ്റ എൻട്രി ഒക്കെ വളരെ ഈസി ആക്കാനുള്ള പല മെക്കാനിസംസും PDA പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടായിരുന്നു. Popular in the 1990s and early 2000s, personal digital assistants were the precursors to smartphones. 1990s-ലും ഏർലി 2000-ലും മൊബൈൽ ഫോണൊക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആവുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു മുൻ ഡിവൈസ് എന്നുള്ള നിലയ്ക്ക് ഈ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് വളരെ പോപ്പുലർ ആയിരുന്നു. നമ്മൾ ഡിജിറ്റൽ ഡയറി എന്നൊക്കെ പറയായിരുന്നു, അതിന് നമുക്ക് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റന്റ് എന്ന് പറയാം. ഇതാണ് മൈക്രോ കമ്പ്യൂട്ടറിന് 4 സബ് ക്ലാസിഫിക്കേഷൻ: ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പാം ടോപ്പ്, PD. Okay, thank you.